പരാജയം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ KT ജലീൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ പ്രതികരണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ, ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിൽ പോലും പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ ഒരു വീണ്ടും ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം പിണറായി വിജയൻ ധർമ്മടത്ത് ലീഡ് ചെയ്യുന്നു. 1536 വോട്ടുകൾക്കാണ് ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 7ാം റൗണ്ട് ആയിരിക്കണം എണ്ണി തീർന്നത്. 6 റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലായിരുന്നു. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും, ചെറിയ ലീഡിനാണെങ്കിൽ പോലും അവിടെ മുന്നിലുണ്ടായിരുന്നത് അബ്ദുൾ റഷീദ് ആയിരുന്നു. അബ്ദുൾ റഷീദിനെ ഇപ്പോൾ പിന്നിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ന്റെ ക്യാപ്റ്റൻ വീണ്ടും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആ ലീഡ് മെയിൻറ്റെയിൻ, അത് ഒരു വലിയ ലീഡ് അല്ല. 1536 എന്ന് പറയുന്നത് മാറി പറയാവുന്ന ഒരു ലീഡാണ്. ലീഡ് ധർമ്മടം പോലെയുള്ളിടത്ത് നിന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടേണ്ട, പിണറായി വിജയന് കിട്ടേണ്ട ഒരു ലീഡാണോ ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും LDF 42, UDF 96, NDA 2 എന്നുള്ള കണക്കിലേക്കാണ് എത്തി നിൽക്കുന്നത്. ധർമ്മടത്ത് നിലവിൽ ഇപ്പോൾ പിണറായി വിജയൻ മുന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ഘട്ടം വരെയും പിണറായി വിജയൻ പിന്നിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഏകദേശം 6 റൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ. ആ സമയത്താണ് വീണ്ടും പിണറായി വിജയൻ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു EVM എണ്ണി തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലേക്ക് വന്നത് ഇപ്പോഴാണ്. 7ാമത്തെ റൗണ്ട് എണ്ണുമ്പോഴാണ്. അത്രയും ആ പോരാട്ടത്തിൽ കിതച്ചുപോയി പിണറായി വിജയൻ എന്നതുകൂടി നമ്മൾ പറഞ്ഞു വെക്കണം. എന്തായാലും 1536 വോട്ടിനാണെങ്കിലും പിണറായി വിജയൻ ധർമ്മടത്ത് മുന്നിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത് ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ പിണറായി വിജയൻ ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അത്ര കനത്ത പോരാട്ടം അവിടെ ധർമ്മടത്ത് നടത്തി എന്നുള്ളത് അബ്ദുൾ റഷീദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എടുത്തു പറയാവുന്ന കാര്യമാണത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.